നമസ്കാരം. ഞാനെന്നുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിൽ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പൂതക്കുളം ചിറയുടെ ഭാഗത്താണ്. പൂതക്കുളം ചിറ എന്നാണ്. മാണാട്ട് ചിറ, അത് പാണാട്ടാ? ആര് പറഞ്ഞു? അത് കട്ട് ചെയ്തു ഒന്നുകൂടെ പറ. നമസ്കാരം. ഞാനിന്നുള്ളത് കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിലെ പാണാട്ട് ചിറ എന്ന് പറയുന്ന ഈ ചിറയിലാണ്. ചിറയുടെ തീരത്താണ്, ചിറയിലല്ല, ചിറയുടെ തീരത്താണ് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ ഏകദേശം ഒരു 1199ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ ഇത്രയും മനോഹരമായ, ഇത്രയും അപാര സാധ്യതകളുള്ള, ടൂറിസത്തിന് അപാര സാധ്യതകളുള്ള വളരെ ചുരുക്കം പഞ്ചായത്തുകളാണുള്ളത്. അതിൽ ഒന്നാണ് നമ്മുടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ കായൽ, നമ്മുടെ ഈ ചിറ, ഈ മഴക്കാലമായതോടുകൂടി ഇവിടെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് താഴോട്ട് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനുള്ളത്. ഈ ഒരു വെള്ളം ഈ ഒരു ചിറയിൽ നിന്നും ഒലിച്ച് ഇവിടെ നിന്ന് നെല്ലേറ്റി കായലിലേക്കാണ് പോയി പതിക്കുന്നത്. ഇത്രയും അപാര സാധ്യതകളുള്ള ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ നമുക്ക് നിരവധി ടൂറിസം സാധ്യതകളാണുള്ളത്. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള പെഡൽ ബോട്ടുകളായാലും സ്പീഡ് ബോട്ടുകളായാലും അതുപോലെ തന്നെ കുട്ടവഞ്ചികളായാലും അങ്ങനെയുള്ള നിരവധി അഡ്വഞ്ചർ സ്പോർട്സ് ഉപകരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇത് ലീസിന് കൊടുത്തോ ഒക്കെ പല പാർക്കുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിന് തന്നെ നല്ലൊരു വരുമാനം ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഞാനിത് പറയുന്നത്, ഞാൻ ഒരു 10-15 വർഷത്തോളം വിദേശത്ത് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കറിയാമായ കാലം തൊട്ട് ഈ ഒരു ചിറ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. യാതൊരു പ്രയോജനമില്ലാതെ ഈ വെള്ളം ചുമ്മാതെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് ആകെ ഈ ഒരു പാർക്കുണ്ട് ഇതിന് മുകളിൽ. ആ പാർക്കിൽ ഇത്രയും നാൾ അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കോഫി ഷോപ്പ് കണ്ട് അവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ ഒരു വികസനമായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഈ ഒഴുകിപ്പോകുന്ന വെള്ളം ഈ കനാലിൽ കൂടി താഴോട്ട് പോകുന്നുണ്ട്. അവിടെ കുട്ടികൾ നീന്തൽ അഭ്യസിക്കുന്നുണ്ട്. പരിസരത്തുള്ള കുട്ടികളെല്ലാം ഒരുപാട് പേര് ഇവിടെ വന്ന് നീന്തൽ പഠിക്കാനുള്ള അവസരം കൂടി അവർക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള തടാകത്തിൽ ടൂറിസം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, സാമൂഹിക ഇടപെടലുകൾ, പാരിസ്ഥിതിക അവബോധം എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കും. പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപവൽക്കരിക്കുകയും വിനോദസഞ്ചാരത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അത് സമൂഹത്തെ എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും ബോധവൽക്കരണ സെഷനുകൾ നടത്താവുന്നതാണ്. തടാകത്തിനു ചുറ്റും നടപ്പാതകൾ, വ്യൂ പോയിന്റുകൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാവുന്നതാണ്. തടാകവും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നടപ്പിലാക്കാം. വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക കൂട്ടായ്മകൾ, കഥപറച്ചിൽ സെഷനുകൾ അല്ലെങ്കിൽ പ്രാദേശിക കരകൗശല വസ്തുക്കളെയും പാചക രീതികളെയും കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവ പരിഗണിക്കാവുന്നതാണ്. കൂടാതെ പ്രദേശവാസികൾക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനും തടാകത്തിന് സമീപം ഒരു മാർക്കറ്റ് ഇടമുണ്ടാക്കുക, ഈ പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു വിപണന തന്ത്രം വികസിപ്പിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ, ബ്രൗഷറുകൾ തുടങ്ങിയവ ഇതിനായി ഉപയോഗപ്പെടുത്താം.
ബോട്ട് സവാരി, കുട്ടികൾക്ക് പ്രവർത്തിപ്പിക്കാവുന്ന പെഡൽ ബോട്ടുകൾ, അതുപോലെ കുട്ടവഞ്ചികൾ തുടങ്ങിയവ കൂടാതെ സാഹസിക ഇനങ്ങളായ കയാക്കിങ്, കനോയിങ്, ജെറ്റ് സ്കീയിങ് തുടങ്ങിയ ആവേശകരമായ ഇനങ്ങളും പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മത്സ്യസമ്പത്തിന് പേരുകേട്ട ഈ ചിറയിൽ തത്സമയ മത്സ്യബന്ധനവും അതിൻ്റെ പാചകപ്പെടുത്തിയുള്ള വിതരണവുമൊക്കെ കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കാരണമാകും. മാത്രമല്ല, വിദേശികൾ വിദേശ രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ക്യാച്ച് ആൻഡ് റിലീസ് എന്ന പദ്ധതിയും ഇവിടെ നടപ്പിലാക്കാം. അതായത് മീനുകളെ വലയിട്ട് പിടിക്കുകയും അതിനെ നിരീക്ഷിച്ച ശേഷം അല്ലെങ്കിൽ അതിനെ ആസ്വദിച്ച ശേഷം വീണ്ടും ചിറയിലേക്ക് തിരിച്ച് വിടുന്ന ഒരു പ്രക്രിയയാണിത്. അതുപോലെ തടാകത്തിന് ചുറ്റും നടപ്പാതകൾ, തടാകത്തിന് കുറുകെ റോപ്പ് വേകൾ തുടങ്ങിയവയും നിർമ്മിക്കാം. മഴക്കാലങ്ങളിൽ ഈ പാർക്കിനുള്ളിലൂടെയുള്ള കനാലിലൂടെ വെള്ളം ശക്തമായി ഒലിച്ചു പോകുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതിനെ വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ ആസ്വാദ്യകരമാക്കാം. മഴയില്ലാത്ത സീസണുകളിലും ഒരു മോട്ടോറിൻ്റെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യലായി ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി അവസരങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് പൂതക്കുളം പഞ്ചായത്തിലെ ഈ ഒരു ചിറ. പേരെന്താണ്? ചിത്രലേഖ. എന്താണ് ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇവിടെ ഫ്രഷ് ജ്യൂസ്, ഷാർജ, പിന്നെ വൈകുന്നേരം വരുന്നവർക്ക് ചായ, കടി അങ്ങനെയൊക്കെ കൊടുക്കും. എല്ലാം ചൂട് സാധനമാണല്ലേ? അപ്പോഴിട്ട് കൊടുക്കുന്നതാണല്ലേ? ഷാർജ ജ്യൂസൊക്കെ ഉണ്ട്. ഷാർജയുണ്ട്. കുട്ടികളും ഫാമിലീസൊക്കെ വരാറുണ്ടോ? ഇവിടെ കളിപ്പയിലൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് വന്നിരിക്കുകയൊക്കെ ചെയ്യും. തീർച്ചയായും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സംഘടിച്ചാൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാൻ ഈ സ്ഥലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നല്ല ഒരു ഉദ്യാനം ഇവിടെ സൃഷ്ടിക്കപ്പെടാനും അതിലൂടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാനും നല്ലൊരു വരുമാന മാർഗമായി മാറ്റുന്നതിനും കുറച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനും പഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.